നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഖജനാവ് കാലി എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റ അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖജനാവ് കാലിയാണ് എന്നാണ്. വലിയ കടം പൊതുവിപണിയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും കടമെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. എന്നാൽ ധൂർത്തിന് ഒരു കുറവുമില്ല താനും. നേരത്തെയും റിസർവ് ബാങ്ക് പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കേരളം എത്തപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതുമാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ കടമെടുത്ത് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ സർക്കാർ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്ന മറ്റൊരു വാർത്ത 1850 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാനം നിർബന്ധിതമാകുന്നു എന്നുള്ളതാണ്. അത്യന്തം ഗൗരവകരമായ സാമ്പത്തിക അവസ്ഥയിലാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പൊതുവിപണിയിൽ നിന്നും 1850 കോടി രൂപ കൂടി കടമെടുക്കുന്നു. കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള കടം പരിധിയിൽ തന്നെ അത് അത്യന്തം വേഗത്തിൽ കടപരിധിയിലേക്ക് അടുത്തുകൊണ്ട് കേരളം ഇരിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും നിത്യദിന ചെലവുകൾക്ക് പോലും പണമില്ലാത്ത ഖജനാവ് കാലിയായ സാഹചര്യത്തിൽ 1850 കോടി രൂപ കൂടി കടമെടുക്കുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ തീരുമാനിച്ചത്. ഡിസംബർ 23-നാണ് ഈ തുക വിപണിയിൽ നിന്നും സമാഹരിക്കുക. ഇതോടെ ഈ സാമ്പത്തിക വർഷം മാത്രം കേരളം കടമെടുത്ത തുക 40,350 കോടി രൂപയായി മാറിയിട്ടുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് കേരളത്തെ നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധിയിലേക്ക് സംസ്ഥാനം വേഗത്തിൽ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ കണക്കനുസരിച്ച് ഈ സാമ്പത്തിക വർഷം തീരാൻ ഇനി 3 മാസം കൂടി ബാക്കിയുള്ളൂ. ആകെ കടമെടുക്കാൻ കഴിയുന്ന 6,500 കോടി രൂപ. ഇതുകൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് രാഷ്ട്രീയ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും എല്ലാം വിലയിരുത്തുന്നുമുണ്ട്. ഇനി എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുന്നതെന്ന ചോദ്യം ബാക്കിയാക്കി നിൽക്കുമ്പോൾ പോലും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ പൊക്കോണ്ടിരിക്കുന്നതെന്നാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ പാളിച്ചകളും അമിത ധൂർത്തുമാണ് ഇതിനെല്ലാം കാരണമെന്ന് നമുക്കറിയാം. കേരളത്തെ ഇത്ര വലിയ കടക്കണിയിലാക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും വിരമിച്ചവരുടെ ആനുകൂല്യങ്ങളും പെൻഷനും പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് കേരളം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബദൽ മാർഗങ്ങളൊന്നും തന്നെ കണ്ടെത്താനോ ധൂർത്ത് കുറയ്ക്കാനോ കേരള സർക്കാർ തീരുമാനിക്കുന്നില്ല എന്ന് വരുന്ന മറ്റു ചില നടപടിക്രമങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രധാനമായും വരുന്ന മറ്റൊരു പ്രധാന വാർത്ത ഏതാണ്ട് 10 കോടി രൂപ ചെലവഴിച്ച് 5ാം ലോക കേരള സഭ അത് ജനുവരിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് കോടികൾ ചെലവിട്ട് ലോക കേരള സഭയുടെ 5ാം പതിപ്പിനുള്ള വേദി ഒരുങ്ങുന്നത്. ജനുവരി 29, 30, 31 തീയതികളിലായി തിരുവനന്തപുരത്ത് സമ്മേളനം നടക്കുന്നു. 2ാം പിണറായി സർക്കാരിന്റെ ആ കാലത്തെ അവസാനത്തെ ലോക കേരള സഭയാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രത്യേകത അതിന് ഈ ലോക കേരള സഭയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ 10 കോടി രൂപ ചെലവഴിച്ച് ഒരു വലിയ മാമാങ്കം പോലെ സംഘടിപ്പിക്കാനാണ് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് സംസ്ഥാനത്തെ ബജറ്റ് സമ്മേളനം നടക്കുന്നതിനിടയിലാണ് സഭയ്ക്ക് അവധി നൽകിക്കൊണ്ട്, ബജറ്റ് സമ്മേളനത്തിന്റെ ആ സമയത്ത് സഭയ്ക്ക് അവധി നൽകിക്കൊണ്ടാണ് ഇത്തവണ ലോക കേരള സഭയ്ക്കായി ഉള്ള നീക്കം നടത്തുന്നത്. 3 ദിവസം അവധിയും കൊടുത്തിട്ടുണ്ട്. സാധാരണഗതി നമുക്കറിയാം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടി. ഈ പരിപാടി ഖജനാവിൽ ഇത്രയധികം ഞെരുക്കം നേരിടുമ്പോഴും 10 കോടി രൂപ ചെലവിട്ട് സംസ്ഥാനം നടത്താനൊരുങ്ങുന്നു. ഈ ധൂർത്തിനെതിരെ പ്രതിപക്ഷവും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പലരും സാമൂഹ്യ മാധ്യമങ്ങളുടെ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേരളത്തിലെ സർക്കാരിനെ ബാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോക കേരള സഭ തന്നെ ധൂർത്താണെന്ന് നമുക്കറിയാം. പ്രവാസികളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ ഒരു വിഷയങ്ങളും ഇവിടെ ചർച്ചയായിട്ടേയില്ല. എന്നാൽ കുറച്ച് പണക്കാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ ഇരുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സഭ എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും ഇതിനൊരു അക്സെപ്റ്റൻസ് നേടാൻ, ലോക കേരള സഭ എന്ന രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇത് പണം ധൂർത്തടിക്കുന്ന ഒരു സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാഞ്ചിയേട്ടൻ സഭ എന്നാണ് സാധാരണഗതിയിൽ ആൾക്കാർ അതിനെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പണക്കാരുടെ ഒരു സഭ മാത്രമായി അടിസ്ഥാനപരമായ പ്രവാസികളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ തീരുമാനിക്കാനോ ചർച്ച ചെയ്യാനോ ഇല്ലാത്തൊരു സഭയായി മാത്രം മാറുകയാണിത്. ജനുവരി 29 നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങുകളോടെയാകും ഉദ്ഘാടനം. 30, 31 തീയതികളിൽ ശങ്കരനാരായണൻ തമ്പി ഹാൾ, അതായത് നിയമസഭയുടെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കും. മുൻകാലങ്ങളിൽ ലോക കേരള സഭയുടെ ഭാഗമായിരുന്ന ആ സഭയുടെ മറവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ നടത്തിയ ധൂർത്ത് നമുക്കറിയാവുന്നതാണ്. അത് വലിയ വിവാദമായിരുന്നു. പഞ്ചനക്ഷത്ര ഫുഡും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നടത്തിയതെന്ന് നമുക്കറിയാം. ഏതാണ്ട് സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ പ്രവാസി ക്ഷേമത്തെക്കാൾ ഉപരിയായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഈ സമ്മേളനത്തിന് പിന്നിലെന്ന് നമുക്ക് ആരോപണം ശക്തമാകുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്
അയ്യപ്പ ഭക്ത സമ്മേളനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ പണം ധൂർത്തടിക്കാനുള്ള മാർഗങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളത്തെ എങ്ങനെ കടക്കളിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നോ എങ്ങനെ മുന്നോട്ട് പോകുമെന്നോ ചിന്തിക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.